കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ഷാഫി പറമ്പിൽ എം പി. തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡ് ആണെന്നും ഷാഫി പറഞ്ഞു. മാഫിയ ബന്ധത്തിന്റെ പേരിൽ 2023 ജനുവരി 16 സസ്പെൻഷനിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡെന്നും ഇയാൾ ഉൾപ്പെടെ 3 പേരെ പിരിച്ചുവിട്ട ശേഷം സർവീസിൽ തിരികെ കയറ്റിയതാണെന്നും ഷാഫി ആരോപിച്ചു. ഗുണ്ടാബന്ധത്തിന്റെ പേരിലും ഗുരുതരമായ കേസുകൾ ഒതുക്കി തീർത്തതിന്റെ പേരിലും ആദ്യം സസ്പെൻഡ് ചെയ്യപ്പെട്ട പിരിച്ചുവിട്ടു എന്ന് ടൈംസിന്റെ ഇതിന്റെയൊക്കെ വാർത്ത, പിന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഇന്ത്യൻ എക്സ്പ്രസിലെ വാർത്ത. ഈ പറയുന്ന റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് under suspension for being in touch with land mafia was dismissed over lapse in a rape case while he was posted as inspector at Srigaryam station. പിരിച്ചുവിട്ടുന്ന ഇന്ത്യൻ എക്സ്പ്രസിലെ 3 പോലീസുകാരെ പിരിച്ചുവിട്ടുന്ന കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും, ഇത് 24-ലും മാതൃഭൂമിയും ഏഷ്യാനെറ്റും മനോരമയും മറ്റെല്ലാ ചാനലുകളും ന്യൂസ് 8-നും പ്രിന്റ് മീഡിയയും എല്ലാവരും തിരുവനന്തപുരത്ത് 3 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന വാർത്തയാണ്. ഇനി ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടെ ഇത് പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത. ഇപ്പൊ കഴിഞ്ഞ ദിവസം വിവരാവകാശ പ്രകാരം ഒരു വാർത്ത പുറത്തു നിങ്ങൾ കണ്ടു. പിരിച്ചുവിട്ട പോലീസുകാരുടെ ഡീറ്റെയിൽസ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്നുള്ള മറുപടിയാണ് വിവരാവകാശ പ്രകാരം കൊടുക്കുന്നത്. വിവരാവകാശത്തിന്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരും. എന്തുകൊണ്ടാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ലാത്തതെന്ന് അറിയും. പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളോട് പറയാം, പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാം, വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുക, എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക. CI അഭിലാഷ് ഡേവിഡ് എന്ന CPMന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പോലീസ് അതിക്രമം ആസൂത്രിതമാണെന്നും പോലീസിന്റെ കയ്യിലിരുന്ന ഗ്രനേഡ് പൊട്ടിയാണ് തനിക്ക് പരിക്കുണ്ടായതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. മർദ്ദന സമയത്തെ കൂടുതൽ ദൃശ്യങ്ങളും ഷാഫി പുറത്തുവിട്ടു. ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആദ്യം തലക്കടിക്കുന്നു. അത് SP പറഞ്ഞ പോലെ പുറകിൽ നിന്നല്ല, ഫ്രണ്ടിൽ നിന്ന് തന്നെ എന്റെ തലക്കടിക്കുന്നു. തൊട്ടടുത്ത മിനിറ്റില്, തൊട്ടടുത്ത സെക്കൻഡില് എന്റെ മുഖത്തേക്ക് അടിക്കുന്നു, അതെന്റെ മൂക്കിൽ കൊള്ളുന്നു. അവിടുന്ന് തിരക്ക് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ അയാളുടെ ഡയറക്ഷൻ മാറി അയാൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് ആഞ്ഞു വീശിയിരുന്ന് എന്റെ തലയിലും മുഖത്തും അടിച്ച ആള്. പിന്നെ അവിടുന്ന് ആ ഡയറക്ഷൻ പ്രകാരം, തിരക്ക് പ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് നീക്കുമ്പോൾ അയാളുടെ ഡയറക്ഷനും ലാത്തിയുടെ ഡയറക്ഷനും മാറി നേരെ മൂന്നാമതും എന്നെ ഉന്നം വെച്ച് അടിക്കാൻ നോക്കുക. അത് അവിടെയുള്ള ഒരു പോലീസുകാരൻ തടയുക. മൂന്നാമതും അടിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അറിയാതെ പറ്റിപ്പോയതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതേസമയം കളങ്കിതരായ 144 പോലീസുകാരെ പിരിച്ചുവിട്ട സർക്കാർ എന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം ഇതോടെ പൊളിയുകയാണ്. നടപടി നേരിട്ടവർ സേനയിൽ തിരിച്ചെത്തിയതിന് തെളിവായി അഭിലാഷ് ഡേവിഡിന്റെ പുനർനിയമനം. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ വാക്കുകൾ കേൾക്കാം. ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. സർ, നിങ്ങളെ കാര്യം വിട്ടുകളാ, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ? സർ, 2016 മുതൽ സമഗ്രമായ ഇടപെടലാണ് പോലീസ് സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറും ന്യൂസ് ഡെസ്കിൽ നിന്ന് MG മിഥുനും ചേരുന്നുണ്ട്. ആദ്യം അനീഷിലേക്കാണ്. അനീഷ്, കഴിഞ്ഞ 4 വർഷ കാലയളവിടെ രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ദുഷ്പേരുണ്ടാക്കിയത് പോലീസാണ്, പോലീസ് സേനയിൽപ്പെട്ടവരാണ്. കാരണം കൈക്കൂലി കേസിൽപ്പെട്ടവർ, ഗുണ്ടാ മാഫിയയിൽ ബന്ധമുള്ളവർ, കസ്റ്റഡി മർദ്ദനങ്ങൾ, അങ്ങനെ നിരവധി ആരോപണങ്ങളുണ്ടായി. ഏറ്റവും ഒടുവിലായിരുന്നു ഷാഫി പറമ്പിൽ MPക്ക് നേരെയുള്ള ആക്രമണം. അതിന്റെ തെളിവുകളടക്കം പുറത്തു വന്നതാണ്. പക്ഷേ അതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം, നേരത്തെ പോലീസുകാരെ 144 പോലീസുകാരെ പിരിച്ചുവിട്ടുവെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പിരിച്ചുവിടപ്പെട്ട അഭിലാഷ് ഡേവിഡ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, ഇയാളാണ് ഷാഫിയെ അടിച്ചതെന്ന കാര്യം വളരെ വ്യക്തമാണ്. CPMഉം ഇയാളും തമ്മിലുള്ള ബന്ധം വ്യക്തമാണ്. എങ്ങനെയാണ് ഈ അഭിലാഷ് ഡേവിഡ് തിരിച്ച് സേനയിലെത്തിയത്? ഇക്കാര്യത്തിലാണ് ഏറ്റവും ദുരൂഹതയുള്ളത്. എന്താണ് ഷാഫി പറമ്പിൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്? ഈ കേസിൽ എന്തായാലും ആഭ്യന്തര വകുപ്പിന് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞേ മതിയാകൂ. പക്ഷേ ഷാഫി ഇന്ന് എന്താണ് ഈ വിഷയത്തിൽ ഉന്നയിച്ച കാര്യം? ഇതുമായി ബന്ധപ്പെട്ട്
ഇനി കോൺഗ്രസിന്റെ തുടർ നീക്കങ്ങൾ, കാരണം പോലീസിനെതിരെ ശക്തമായ പ്രക്ഷോഭം, പ്രതിഷേധങ്ങൾ കോഴിക്കോട് മാത്രമല്ല സംസ്ഥാനത്ത് എല്ലായിടത്തും ശക്തമായി തന്നെ കോൺഗ്രസ് രംഗത്തുണ്ട്, പോലീസിനെതിരെ സമരവുമായി രംഗത്തുണ്ട്. ഇനി എന്തായിരിക്കും ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ തുടർ നീക്കങ്ങൾ? ടോം, ഏതാണ്ട് 2 ആഴ്ച മുമ്പാണ്, അതായത് 2 ആഴ്ചയോട് അടുത്താവുന്നു, 10-13 ദിവസം മുമ്പാണ് പേരാമ്പ്രയിൽ വലിയ സംഘർഷം ഉണ്ടാവുകയും ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേൽക്കുകയും ചെയ്ത് ചോരയൊലിക്കുന്ന മൂക്കുമായി അദ്ദേഹം മുഖവുമായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തുന്നു. അദ്ദേഹത്തിന്റെ മൂക്കിന്റെ പാലത്തിന് ഒടിവുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയക്കൊടുവിൽ അദ്ദേഹം വാർഡിലേക്ക് മാറ്റുന്നു. പിന്നീട് രോഗം ഭേദമായി വീട്ടിലേക്ക് മാറുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇതിനു പിന്നാലെ പലതരത്തിലുള്ള വിമർശനങ്ങളും ഈ ആരോപണ പ്രത്യാരോപണങ്ങളും സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകളിലും ഒക്കെ നിറഞ്ഞിരുന്നു. അതിൽ ഈ ഷാഫി പറമ്പിലിന്റെ ഷോയാണ് പേരാമ്പ്രയിൽ നടന്നതെന്നായിരുന്നു ഇടത് ക്യാമ്പുകൾ പ്രധാനമായും ആരോപിച്ചത്. എന്നാൽ അതിനു പിന്നാലെയാണ് ഷാഫിയുടെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തുവരികയും പിന്നീട് ഷാഫി പറമ്പിലിനെ പോലീസുകാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, പ്രത്യേകിച്ചും ലാത്തി ഉപയോഗിച്ച് തലയ്ക്കും മൂക്കിനുമൊക്കെ അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തു. ഇതിനു പിന്നാലെ വലിയ പ്രതിരോധത്തിലേക്ക് പോലീസ് നീങ്ങി. കോഴിക്കോട് റൂറൽ SP വടകരയിൽ നടന്ന ഒരു ചടങ്ങിൽ ഇക്കാര്യം പറയുകയും ചെയ്തു. ബഹുമാനപ്പെട്ട എംപിക്ക് മർദ്ദനമേറ്റത് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ചില കുഴപ്പക്കാരായ പോലീസുകാരുടെ ഇടപെടൽ മൂലമാണ്. അവരെ കണ്ടെത്താനായി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കൃത്രിമ ആർജിത ബുദ്ധി ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടത്തും എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷേ ഈ സംഭവം നടന്നിട്ട് റൂറൽ SP പ്രസ്താവനകൾ വന്നിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പരിശോധന നടത്തുകയോ ഷാഫി പറമ്പിൽ MP മൊഴി രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മർദ്ദനമേറ്റെന്ന, അക്രമത്തിൽ പരിക്കേറ്റെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക പോലും ചെയ്യാത്ത ഒരു സാഹചര്യം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് UDF ക്യാമ്പ്, പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ MP ഓഫീസ് നീങ്ങുകയും പുതിയ ചില കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ഷാഫി പറമ്പിൽ MP തലക്കടിച്ച പോലീസുകാരനെ കണ്ടെത്തി എന്നുള്ളതാണ്. നമുക്കറിയാം, സംഘർഷങ്ങൾക്കിടയിൽ MP എന്നോ MLA എന്നോ ഒന്നും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. പോലീസുകാരുടെ കയ്യിൽ നിന്ന് മർദ്ദനമേൽക്കുന്ന പതിവാണ്. എറണാകുളത്തെ MLA ഒക്കെ, ഈ മൂവാറ്റുപുഴ MLA എൽദോ എബ്രഹാം ഒക്കെ ഭരണ കക്ഷിയിൽപ്പെട്ട MLAക്ക് പോലും കൈക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടാണ്. അതുകൊണ്ട് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നും ചിലപ്പോൾ ഈ സംഘർഷത്തിനിടെ പരിശോധിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ കൃത്യമായി തന്നെ ഒരു പോലീസുകാരൻ ഷാഫി പറമ്പലിനെ ലക്ഷ്യം വെച്ച് ആദ്യം ഒരു വശത്തുനിന്ന് തലക്കിട്ടടിക്കുന്നു, മറ്റൊരു വശത്തുനിന്ന് വീണ്ടും തലക്കടിക്കുന്നു, മൂന്നാമതും തലക്കടിക്കാൻ വരുമ്പോൾ ഒരു പോലീസുകാരൻ ഇക്കാര്യം തടയുന്നു എന്നൊക്കെയാണ് ഇന്ന് ഷാഫി പറമ്പിൽ MP വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അദ്ദേഹം ഒപ്പം അതിനെ ഉപോത്ബലകമായ ചില വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ആരാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിലേക്കുള്ള അന്വേഷണം ഷാഫി പറമ്പിൽ നടത്തുന്നതും. അഭിലാഷ് ഡേവിഡ് എന്ന ഉദ്യോഗസ്ഥനാണ് ഈ കൃത്യം നടത്തിയത്. അദ്ദേഹം വടകര കൺട്രോൾ റൂമിലെ CI ജോലി ചെയ്യുകയാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിന്റെ പിന്നാമ്പുറ കഥകൾ തപ്പിയപ്പോഴാണ് കളങ്കിതനായ ഉദ്യോഗസ്ഥനായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെടുകയും പിന്നീട് അദ്ദേഹത്തെ സർവീസിൽ നിന്നും നീക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നയാളാണ് ഈ അഭിലാഷ് ഡേവിഡ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത്. അഭിലാഷിനൊപ്പം മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടെ സർവീസിൽ നിന്നും നീക്കം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിലൊന്ന് ഗുണ്ടകളുമായുള്ള ബന്ധം, മാഫിയകളുമായുള്ള ബന്ധം, മറ്റൊന്ന് പോക്സോ കേസ് ഒത്തുതീർക്കുന്നതിനായി ഈ പ്രതികൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു എന്നടക്കമുള്ള 2 കാര്യങ്ങളാണ്. ഈ 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നീക്കം ചെയ്യുന്നതെന്ന് ചൂണ്ടിക്കാട്ടി പത്രങ്ങളിലും ഒപ്പം ദൃശ്യമാധ്യമങ്ങളിലും ന്യൂസ് 18-ലടക്കം വാർത്ത വന്നിരുന്നു എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. പക്ഷേ പിന്നീട് ഈ ഉദ്യോഗസ്ഥന് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായ ഉത്തരവ് നിലവിലില്ല. അദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചോ എന്നത് സംബന്ധിച്ച വിവരങ്ങളില്ല. പിന്നീട് അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒരു തരത്തിലുമുള്ള ഉത്തരവുകൾ ഈ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമല്ല എന്നും അദ്ദേഹം പറയുന്നു. ഇദ്ദേഹം ജോയിൻ ചെയ്ത ശേഷം ഈ വടകരയിലെ കൺട്രോൾ റൂമിൽ ജോയിൻ ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വെബ്സൈറ്റുകളിൽ പോലും ലഭ്യമല്ല എന്നും പറയുന്നു. ഒപ്പം ഈ ഡിസ്മിസ് ചെയ്യപ്പെട്ട, പിരിച്ചുവിടപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ വിവരാവകാശ രേഖകൾ പ്രകാരം വിവരങ്ങൾ ആരാഞ്ഞെങ്കിലും ഈ അഭിലാഷ് ഡേവിഡുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും ലഭ്യമല്ല എന്ന മറുപടിയാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നും വിവരാവകാശ രേഖകൾ പ്രകാരം ആവശ്യപ്പെട്ടപ്പോഴും ലഭിച്ചത്. അതാണ് ഈ വലിയ ഒരു ആരോപണമായി ഉന്നയിക്കുന്നത്. അതായത് സർക്കാർ സർവീസിൽ നിന്നും കളങ്കിതരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്ന് മേനി നടിച്ച്, അത് പ്രതിപക്ഷത്തിന്റെ ഭരണകാലത്ത് മാത്രമല്ല രാജ്യത്ത് തന്നെ ഏറ്റവും അധികം പോലീസുകാരെ കളങ്കിതരായ ആളുകളെ പിരിച്ചുവിട്ടത് സർക്കാർ ആണ് എന്ന് പറയുമ്പോഴും ഈ പിരിച്ചുവിട്ടു
എന്ന് പറയപ്പെടുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിട്ടോ, അല്ലെങ്കിൽ ഈ പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥരിൽ എത്ര പേരെ തിരിച്ചെടുത്തു, അത് ആരും അറിയാതെ അങ്ങനൊരു നടപടി നടക്കുന്നുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഷാഫി പറമ്പിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ വടകര പോലെ അങ്ങേയറ്റം വലിയ സംഘർഷഭരിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന ഇടത്തേക്ക് തന്നെ ഈ ഉദ്യോഗസ്ഥനെ അയച്ചത് ചില രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് പ്രതിപക്ഷം കോൺഗ്രസ് ആരോപിക്കുന്നത്. കാരണം ടി.പി. ചന്ദ്രശേഖരന്റെ വധമടക്കം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീപാറുന്ന പോരാട്ടം നടന്നപ്പോഴും ഈ ഷാഫി പറമ്പിൽ എംപിയുമായി CPM പ്രവർത്തകർ പരസ്പരം ഒരു ഉരുസലിന്റെ വക്കോളമൊക്കെ എത്തുമ്പോൾ അങ്ങനെ ഒരു കൃത്യമായ ഒരു ഇടത്തേക്ക് ഈ ഉദ്യോഗസ്ഥനെ വിട്ടത് എന്തിനെന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നു. ഒപ്പം SFIയുടെ ഒരു പഴയകാല പ്രവർത്തകനാണ്, വഞ്ചൂർ CPM ഓഫീസിൽ സ്ഥിരമായി പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു രാഷ്ട്രീയ ദുരുദ്ദേശമായിരുന്നു, തന്നെ അപായപ്പെടുത്തുക എന്ന ലക്ഷ്യമായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഉണ്ടായിരുന്നതെന്നും ഷാഫി പറയുന്നുണ്ട്.